വാട്സപ്പ് പ്ലേസ് വെൽക്കം ബാക്ക് ടു ഗ്രാനി. അപ്പോൾ ഗായ്സ് നമ്മൾ വീണ്ടും ഗ്രാനി റീമേക്കാണ് കളിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഒരു തവണ ലൈവ് ഇട്ടായിരുന്നു. അപ്പോൾ എന്നെ ഗ്രാൻഡ് പേ ഇട്ട് പഞ്ഞിക്കിട്ട് അടിച്ചൊതുക്കി ഗൈസ്. അതുകൊണ്ട് ഇത് നമ്മുടെ റിവഞ്ചാണ്. ഇന്ന് എന്തായാലും ഞാൻ ഉണ്ടല്ലോ ഗ്രാൻഡ് പേയുടെ ആ മിലിറ്ററി വണ്ടിയിൽ നിന്ന് എസ്കേപ്പ് ആവും ഗൈസ്. അതും കൊണ്ടുപോകും. അപ്പോൾ ഗായ്സ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എല്ലാവരും എന്തായാലും ലൈക്ക് അടിക്കുക. ഈ വീഡിയോ ടാർഗറ്റ് 3000 ലൈക്സ് ആണ്. അപ്പോൾ ഗായ്സ് എല്ലാവരും ലൈക്ക് അടിച്ചു കഴിഞ്ഞെങ്കിൽ അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഡേ 1 നമ്മുടെ ആദ്യത്തെ ദിനം ആരംഭിച്ചിരിക്കുകയാണ് ഗായ്സ്. നമ്മുടെ ഈ ഗ്രാനി അമ്മച്ചിയുടെ വീട്ടിൽ. ഇത് നമ്മൾ ഇന്ന് റിവഞ്ചാണ് ഗായ്സ്. അന്ന് ലൈവിൽ എന്നെ ഇട്ട് പൂശി ഈ ഗ്രാനിയും പിന്നെ അപ്പൂപ്പനും എല്ലാവരും കൂടി എന്നെ പൂശി ഗായ്സ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ റിവഞ്ചാണ്. തുടക്കം തന്നെ വെപ്പങ്കി കിട്ടിയ പന്ന ഗ്രാനി ഇങ്ങോട്ട് ഇറങ്ങി വാ. വേണ്ട, ഓടിക്കോ. അവരെ കാരണം എന്താണല്ലോ ഗൈസ്, അവരായാലും മറ്റേ ബോംബുണ്ട്. തുടക്കം തന്നെ ഷോർട്ട് ഗണ്ണിൻ്റെ പീസും കിട്ടി ഗൈസ്. ഇതവിടെ കൊണ്ട് വയ്ക്കാം. ഓക്കെ, ഇനി രണ്ട് പീസും കൂടി കിട്ടിയ ഷോർട്ട് ഗൺ സെറ്റാണ് ഗൈസ്. സെറ്റ് എങ്ങനെയെങ്കിലും 2 പീസും കൂടി കിട്ടണം ഗൈസ്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? വെപ്പങ്കി കിട്ടി ഗൈസ്. വെപ്പങ്കി എന്താ കിളവെന്താ വരണ ഗൈസ്. എടാ അപ്പൂപ്പ, നിന്നൊക്കെയുള്ള പണി ഞാൻ തരാം. നീ വന്ന് എന്നെ പൂശ് ചെയ്ത് തന്നെ. ഇന്ന് ഞാൻ നിങ്ങളെല്ലാത്തിനെയും പൂശും. ഓക്കെ, ഞാൻ ഓപ്പൺ ആക്കട്ടെ. വെപ്പങ്കി ഹാമറും ഉണ്ട് ഗൈസ്. മറ്റേ മിലിറ്ററി കാർ എസ്കേപ്പിനുള്ള അങ്ങോട്ട് പോകാനുള്ള ഗ്ലാസ് പൊട്ടിക്കാനുള്ള ഹാമർ കിട്ടി ഗൈസ്. ഓക്കെ, ഇനി വാ. ആരാന്ന് വെച്ചാൽ വാ. ബിരിയാണിയും എല്ലാം കൂടി തികച്ച് തരുന്നുണ്ട്. ഗ്രാനി ഇങ്ങോട്ട് വാ. നിങ്ങളെ ബോംബൊക്കെ വാടക്കളവാ. നിന്നെ തന്നെ എനിക്ക് വേണ്ട. പിടിച്ചോ. ഒയ്യോ, നെഞ്ചുവേദന എടുക്കുന്നു അപ്പൂപ്പ. അവിടെ മാറിക്കട കളവാ അപ്പുറത്തോട്ട്. അങ്ങനെ തന്നെ വേണം. അങ്ങനെ പുറത്ത് പെട്ടി വീണ്. ഇനി ഗ്രാനി, കമോൺ ഗ്രാനി. വാ. വന്നാ അതിനിടയ്ക്ക് വിളിച്ചോണ്ടേ വന്ന്. ഞാൻ പെട്ടെന്ന് കണ്ടില്ല ഗൈസ്. 1.5 മിനിറ്റത്തേക്ക് ഇനി അവർ രണ്ടുപേരും ഉറക്കം കഴിക്കത്തില്ല ഗൈസ്. 2 പേര്. ഷോർട്ട് ഗണ്ണിൻ്റെ അടുത്ത പീസും കൂടി കിട്ടി ഗൈസ്. ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഇനി സ്ക്രൂ ഡ്രൈവർ തള്ളിയിടണം ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് എന്ത് കിട്ടണമെന്ന് നമുക്ക് നോക്കണം. അവിടെ പോയി ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. എന്തായാലും യൂസുള്ള കിട്ടിയാൽ നല്ലതായിരുന്നു. എന്തെങ്കിലും യൂസ്. കീ ആണല്ലോ. എന്തോ കീ? പാഡ്ലോക്ക് യൂസ് ഇല്ല. ഒട്ടും യൂസ് ഇല്ലാത്ത സാധനം ഗൈസ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് ഗണ്ണല്ലേ എന്തായിരുന്നു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇപ്പുറത്തായിട്ട് ഇടാം ഗൈസ്. സ്പൈഡർ കീര് ഇവിടെ ആയിട്ട് അവിടെ നമുക്ക് പോവാറുണ്ടല്ലോ. അപ്പം ഇപ്പോഴത്തേക്ക് അപ്പോൾ ഇനി നമ്മുടെ ഹാമർ എടുക്കണം. ഹാമർ എടുത്ത് നമുക്ക് പൊട്ടിക്കാനുള്ള ഇടമൊക്കെ പൊട്ടിക്കണം ഗൈസ്. ഇവിടെ നമ്മുടെ മിലിറ്ററി കാർ കിടക്കണം. ഇതിൽ താഴെ പോകണം ഗൈസ്. അന്ന് എനിക്ക് ഹാമർ ഒന്നും കിട്ടിയില്ല ഗൈസ്. ഒരു തേങ്ങ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഹാമർ അവിടെ ഉണ്ട്. എടാ ഇവിടെ സ്ക്രൂ ഡ്രൈവർ വേണം. ഓക്കെ, ഒരു താഴെ ലേസർ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ സ്ക്രൂ ഡ്രൈവർ എടുക്കണം. എടാ ഗ്രാനി. എന്ത് ഗ്രാനി? ധൈര്യമായിട്ടൊക്കെ കയറുവാ. അവരിപ്പുറത്തോട് വരാൻ പോവുകയാണ്. ഈ ഡോർ ലോക്കായിട്ട് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഗൈസ്. അയ്യേ ചമ്മി. ഗ്രാനി ഇങ്ങോട്ട് വരാൻ പറ്റൂല ഗ്രാനി. നിങ്ങളെ കൊണ്ട് വേണമെങ്കിൽ ഒരു ബുൾഡോസർ കൊണ്ട് ഇടിച്ച് പൊളിക്കേണ്ടി വരും നിങ്ങളെ വീട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ. ഇങ്ങോട്ട് പോകണം. നാണം കെട്ട് പോകണം നോക്ക് ഗൈസ്. ഗ്രാനി അയ്യേ ഗ്രാനി ഇങ്ങോട്ട് വാ തള്ള. ഇങ്ങോട്ട് നിങ്ങൾ അപ്പൂപ്പനെങ്കിലും വിളി ഇങ്ങോട്ട്. ഞാൻ നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് മറ്റേ സ്ക്രൂ ഡ്രൈവർ എടുക്കണം. അതിന് മുമ്പ് നമ്മുടെ വെപ്പൺ. ഗ്രാനി എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. ഞാൻ എന്തായാലും ഡോർ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വെപ്പൺ വെച്ച് ഒരു പൂശും കൂടി പൂശിയിട്ട് ബാക്കി സെറ്റാക്കാം ഗൈസ്. ഗ്രാനി ഇങ്ങോട്ട് പെട്ടെന്ന് വന്നേ. ബേഡിന് കൊടുക്കാനുള്ള ആഹാരമുണ്ട്. വാടാ കളവ. കളവനെ കണ്ടില്ല. എടാ ട്രാങ്ക്ലേസർ കിട്ടിയില്ല. ഇപ്പോൾ പൂശിയേനെ ഗ്രാനിയുടെ ഭർത്താവ്. എടാ ഞാൻ എന്നാൽ കറങ്ങി വന്ന് എടുക്കും ഗൈസ്. കറങ്ങി വാടാ കിളവ. വാടാ നീ വാടാ. നിനക്കിട്ട് ഞാൻ ഇപ്പോൾ കുഴിമന്തി വിളമ്പുന്നുണ്ട്. നീ വാടാ പന്ന കിളവ വാടാ. ഇപ്പം തരാം. മരുന്ന് തരാം. ഇങ്ങേർക്ക് ഡെയിലി മരുന്ന് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. എടാ അയാൾ എനിക്ക് മരുന്ന് തന്നടാ. അയ്യോ എടാ എനിക്ക് മരുന്ന് തന്ന്. ഇപ്പോൾ ഡേ 2 ആയി ഗൈസ്. ഡേ 2 ആകെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ എസ്കേപ്പിന് ഇപ്പോൾ ഉള്ള സ്ക്രൂ ഡ്രൈവർ മാത്രമേ ഉള്ളൂ ഗൈസ്. എന്നാലേ താഴോട്ട് പോകാൻ പറ്റും. അത് മാത്രമേ കിട്ടിയുള്ളൂ. അല്ലാതെ കാറിൻ്റെ ഒരു തേങ്ങ പോലും എനിക്ക് കിട്ടിയില്ല ഗൈസ്. ആർമഡ് കാറിൻ്റെ അപ്പൂപ്പൻ്റെ മിലിറ്ററി കാർ അയാൾ മോഷ്ടിച്ചുകൊണ്ട് വന്നതാ.
അയാൾ പണ്ട് പട്ടാളത്തിലായിരുന്നല്ലോ, അയാളന്ന് മോഷ്ടിച്ചോണ്ട് വന്ന കാറാ അത്. അവിടെ അതാരെ കൈ കാണുമോ അപ്പുപ്പൻ. അപ്പോൾ ഗ്രാനി എങ്ങോട്ടാ? ഗ്രാനി ഇപ്പോൾ വന്നാൽ പെടും കേട്ടാ ഗൈസ്. ഇല്ല, ഗ്രാനി കണ്ടില്ല. ഭാഗ്യം ഗൈസ്, ഗ്രാനി ഇപ്പോൾ വന്നിരുന്നെങ്കിൽ പെട്ടേനെ ഞാൻ. പന്നക്ക രണ്ടുപേരും ഒരുമിച്ച് വന്നിച്ച് നേരെ പോലെ തന്നല്ലോ ഗൈസ്. എന്തായാലും ഗ്രാനിക്ക് ഞാൻ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാ ഇങ്ങോട്ട് വാ, ഇതിലേക്ക് ഇറങ്ങി വരണേ. നമ്മളെ സ്ക്രൂ ഡ്രൈവർ അവിടെ കിടക്കുക ഗൈസ്. വാ ഇങ്ങോട്ട് വാ പെട്ടെന്ന്. അപ്പൂപ്പ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നില്ലേ. അവനിപ്പോൾ കൊടുക്കണുണ്ട് ഗൈസ്. മോളെ പന്നക്കിളവാ ഇങ്ങോട്ട്. ഇതിൽ നോക്കിയിട്ട് വേണം നമുക്ക് ചെല്ലാൻ ഗൈസ്. കണ്ടില്ല അപ്പം പോയാ അയാൾ മാജിക് മേടിച്ച എന്ന് തോന്നുന്നു ഗൈസ്. അയാളെ കണ്ടില്ല. അയാൾ ആ മുറി കയറിപ്പോണ്. പുറകെ നിന്ന് അടിക്കലെന്നാണ്. എന്നാല് പന്നക്കിളവനായിട്ട് ഞാൻ അടിക്കും. പിടിച്ചോ. ഇയാൾ ഒളിച്ചിരുന്നല്ലേ ഗൈസ് എന്നെ അടിച്ചത്. അപ്പം ഞാനും അങ്ങനെ അടിക്കുള്ളൂ ഗൈസ്. എന്തായാലും ഇവിടെയൊക്കെ ഞാൻ ചെക്ക് ചെയ്തേ. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു സാധനവും കിട്ടുന്നില്ല ഗൈസ്. എന്തായാലും ഇതിനകത്ത് ഇടണോട്ടെ. നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് നമുക്ക് അവിടെ ഓപ്പൺ ചെയ്യാം. ഇനി താഴെ പോകുമ്പോൾ വല്ല കിട്ടി ഗൈസ്. താഴേന്നും ഒന്നും കിട്ടിയില്ലെങ്കിൽ കളി പോയി ഗൈസ്. പക്ഷെ അന്ന് ലൈവ് ഞാൻ കളിച്ചപ്പോൾ എനിക്ക് ഒരു സാധനം പോലും കിട്ടിയില്ല ഗൈസ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഞാൻ എല്ലായിടവും നോക്കി, എനിക്കൊന്നും കിട്ടിയില്ല. ഈ പ്രാവശ്യം അങ്ങനെ ആണെങ്കിൽ പെടും ഗൈസ്. ഞാൻ നോക്കാം എന്തായാലും പരമാവധി. എന്തായാലും ഓക്കെ, സ്ക്രൂ ഡ്രൈവർ ഞാൻ വെളിയിലിട്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ടയർ. എടാ, ഈ എസ്കേപ്പിനുള്ള ആദ്യത്തെ സാധനം നമുക്ക് ടയറാണ് ഗൈസ് കിട്ടിയത്. ഓക്കെ, ടയറാണ് ഫസ്റ്റ് ഇത് കിട്ടിയത്. ബാക്കി അങ്ങോട്ട് എന്തോ ആകുമെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. എന്തായാലും നോക്കാം. എന്തായാലും ഞാൻ താഴോട്ട് ഈ ടയർ ഇടാം പയ്യെ. അവിടെ കടാ. അയ്യോ, ഞാൻ താഴെ ചാടി ഗൈസ്. സീനില്ല, കുഴപ്പമില്ല ഗൈസ്. ഞാൻ നൈസായിട്ട് ഇതിലേ പോവാം. ലേസർ പൊങ്ങി. ഓക്കെ. ഇനി ലേസർ താഴെ താഴും കേട്ടോ ഗൈസ്. ഇവിടെ നിന്ന് ഡെഡാവും എനിക്ക് വയ്യ. ഇവിടെ നിന്ന് ഡെഡായ ഡേ 3 ആവും ഗൈസ്. എനിക്ക് ആകെ ഈ ഒരു ടയർ മാത്രമേ ഇതുവരെ കിട്ടിയുള്ളൂ. അവിടെ എന്തോടത്തെ ഇതാണ് ഗൈസ് നമ്മുടെ കാറ്. ഈ കാറിലാണ് നമ്മൾ എസ്കേപ്പ് ആവേണ്ടത്. ഇവിടെ ഇലക്ട്രിക് ബോക്സ് കീ വേണം. എന്തായാലും ടയർ ഞാൻ തൽക്കാലം ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എസ്കേപ്പ് ആവുള്ള കാറ്. ചെയിൻ കട്ടർ. ചെയിൻ കട്ടർ കിട്ടി ഗൈസ്. ചെയിൻ കട്ടർ. ഇവിടെ എന്തോ കോഗ് വീല്. 2 ഐറ്റം ഇവിടെ നിന്ന് കിട്ടി. അപ്പം നഷ്ടമില്ല ഗൈസ്. പക്ഷേ രണ്ടും ഏകദേശം ഉപയോഗം ഉള്ളതാണ്. എന്തായാലും ചെയിൻ കട്ടർ ഇവിടെ. അല്ലെങ്കിൽ ചെയിൻ ഉണ്ട്. ഞാൻ വെച്ച് ഗ്ലിച്ചടിച്ച് പോയിരുന്നു. ചെയിൻ കട്ടർ അല്ലെങ്കിൽ ഇവിടെ ഇടണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്യണ്ടേ? അയ്യോ, ഞാൻ മറന്നുപോയി ഗൈസ്. ഇത് കട്ട് ചെയ്യണ്ടേ? പക്ഷെ ഒന്നും കാണിക്കുന്നില്ല. എനിക്കൊന്നും കട്ട് ചെയ്യണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. എന്തായാലും ഇനി നമുക്ക് ഇതിലേ അങ്ങ് ചാടാം. എന്ത് പറയുന്നു ഗൈസ്? ഗ്രാനി വന്നില്ലേ ഗൈസ്? നിങ്ങൾ കണ്ടില്ലേ? ഇപ്പം ഗ്രാനിയെ കാണാനില്ല. ഗ്രാനി ഇവിടെ എവിടെ ഉണ്ട്. ഇത് ഗ്ലിച്ചാണ്. ഗ്രാനി ഇപ്പം ആ ചെയിൻ കട്ടറിൻ്റെ അടുത്ത് നിൽക്കുമായിരിക്കും. എന്തായാലും ഞാൻ ഇപ്പോൾ റിസ്ക് എടുക്കുന്നില്ല ഗൈസ്. ഞാൻ ഇതിലെ മറ്റേ വന്ന വഴിയെ തന്നെ അങ്ങ് പോയി ഏണി കയറി തന്നെ പോവാം ഗൈസ്. എന്ത് പറയുന്നു? ഞാൻ ഏണി കയറി തന്നെ പോവാം. എന്തായാലും ഈ ലേസർ കടന്നു. ഇനി അടുത്ത ലേസർ. ഈ ലേസറിന് ഓരോ സൗണ്ട് ഉണ്ട് ഗൈസ്. ഇങ്ങനെ തടി ഇങ്ങനെ മണ്ടയിലോട്ട് പോകുമ്പോലെ. എന്തായാലും ഞാൻ നൈസായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചാടി ഇറങ്ങണം ഗൈസ്. കയറുമ്പോൾ മര്യാദയ്ക്ക് കയറും. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കോഗുവിൽ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രോസ് ബോ. ഓക്കെ, പെട്ടെന്ന് ട്രാങ്കുലൈസർ അല്ല. ഗ്രാനി ഇതാ വരണം. വാ പന്ന കിളവി, ഇങ്ങോട്ട് വാടാ കിളവി. ഇവിടെ ബോംബ് ബോംബ് എറിയുന്നു. ഓടിക്കും. പൊട്ടി. അവർക്ക് സൈക്കോ. അവർക്ക് എന്തോ അസുഖമുണ്ട് ഗൈസ്. ഉടനെ അങ്ങ് ബോംബ് എടുത്തെറിഞ്ഞിരിക്കുന്നു. ദേഷ്യം കയറി നിൽക്കുവോ ഗൈസ് ഗ്രാനിക്ക്. അതാ ഇങ്ങനെ ചെയ്ത പെട്ടെന്ന്. കൊണ്ടുപോയില്ല. കണ്ട് വീണ്ടും ബോംബ് എറിയോ? അവർക്ക് ഈ ഡോർ തുറക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അവർ ബോംബ് എറിഞ്ഞത് ഗൈസ്. എൻ്റെ പൊന്നോ, സൈക്കോ. എന്തായാലും ഞാൻ ഇവിടെ ഒളിച്ചിരുന്നിട്ടുണ്ട് ഗൈസ്. അവർ കണ്ടാൽ ചിലപ്പോൾ വീണ്ടും ബോംബ് എറിയാൻ ചാൻസ് ഉണ്ട്. ക്ലോക്ക് അതാ അവിടെ ഉണ്ടല്ലോ. ക്ലോക്കിനകത്ത് എന്തെങ്കിലും കാണൂ? നോക്കാം. മീറ്റ് ഗൈസ്. സ്പെഷ്യൽ കീ ഉണ്ടെങ്കിൽ നമുക്ക് മീറ്റ് കൊണ്ട് വയ്ക്കായിരുന്നു. സ്പെഷ്യൽ കീ ഇതുവരെ കിട്ടിയില്ല ഗൈസ്.
എല്ലാ സാധനം ഇവർ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. നമ്മുടെ വെപ്പൻ്റെ ഉണ്ടതാ കിടക്കുന്നു. ഇതാ വാടാ, ഇനി വാ. ആര് വന്നാലും ഞാൻ വയറ് നിറച്ച് തരുന്നതായിരിക്കും. ഇതിനകത്ത് ഗ്രാനി ഉണ്ടോ ഗൈസ്? ഇതിനകത്ത് ഗ്രാനി കണ്ടില്ല ഗൈസ്, ഇതിനകത്തില്ല. ഇവിടെ ടി വിയിൽ മറ്റേ ആൻറ്റീന വയ്ക്കണം ഗൈസ്. അവിടെ നിന്ന് മറ്റേ ഇത് കിട്ടും, ഹിൻഡ് കിട്ടും. മറ്റേ എന്തോ കിട്ടണമെന്ന് പറഞ്ഞാൽ മറ്റേ ഫോട്ടോസ് കിട്ടും ഗൈസ്. ഫോട്ടോസ് അത് കിട്ടും. ഫോട്ടോസ് എങ്ങനെ വയ്ക്കണ്ടേന്ന്. മറ്റേ എസ്കേപ്പിന് റാഫ്റ്റ് എസ്കേപ്പ്, നമുക്ക് ഈ എസ്കേപ്പ് ഒന്ന് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് റാഫ്റ്റും കൂടി അങ്ങ് ചെയ്യാമായിരുന്നു ഗൈസ്. ഗ്യാസലിൻ രണ്ടാമത്തെ ഐറ്റം കിട്ടി ഗൈസ് ആ എസ്കേപ്പിനുള്ള. എന്തായാലും ഗ്യാസലിൻ വേണ്ടി വരും. അപ്പോൾ ഗ്രാനി വാളപ്പന്ന ഗ്രാനി. ഇനി അപ്പൂപ്പായി നെക്സ്റ്റ് പേജ്. കൂടെ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. ഇങ്ങോട്ട് വാ, എന്നാ പിടിച്ചോ. എങ്ങോട്ട് പോയി? കയ്യിലാണോ കൊണ്ട്? എന്നിട്ട് അയാൾ ഓവർ ആക്ട് ചെയ്ത് നോക്ക് ഗൈസ്. നെഞ്ചി പിടിക്കുമോ? ഞാൻ വിചാരിച്ച അയാളെ നെഞ്ചിലാണ് കൊണ്ടുപോയെന്ന്. എന്തായാലും അത് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഗ്യാസലിനെടുത്ത് ഞാൻ അവിടെ അതിനകത്ത് ഇടാൻ ഗൈസ്. നമ്മൾ സാധനം കൂട്ടിയിട്ട് എടുത്ത്. അപ്പോൾ ഹാമർ കൊണ്ട് അടുത്ത സ്ഥലം പൊട്ടിക്കാം. ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. മറ്റേ ഇവിടെ ആ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കാണ്ട് ഗൈസ്. പിന്നെ തടിയും പൊട്ടിക്കാണ്ട്. അപ്പോൾ ഈ ക്രോസ് ബോയോടി നമുക്ക് കൊണ്ടുപോകാം ഗൈസ്. ഈ ഉണ്ട വന്ന് അപ്പോൾ ഇനി നമുക്കിത് താഴെ ഇപ്പോൾ മറ്റേ ഡോർ ഓപ്പൺ ചെയ്യാം ഗൈസ്. നമ്മളെ ഹാമർ ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ പച്ച ഹാമർ ആയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും യൂസുള്ള കിട്ടിയിരുന്നെങ്കിൽ, ടയർ കിട്ടിയിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു ഗൈസ്. മൊത്തം 4-3 ടയർ വേണം. എന്തായാലും ഉന്നം പഴിച്ചില്ല ഗൈസ്. കറക്റ്റ്. വ്രഞ്ച്. വ്രഞ്ച് ഈ എസ്കേപ്പിന് വേണോന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും വ്രഞ്ചും കൂടി ഞാൻ എടുത്തേക്കാം ഗൈസ്. എനിക്കറിയത്തില്ല, വ്രഞ്ച് ചിലപ്പോൾ യൂസ് കാണും. വേണ്ട, നമ്മളെപ്പോലെ അന്ന് ഒരാ തല പോയടാ. ഞാൻ വിചാരിച്ച അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന്. തല ഊരിപ്പോയി. എന്തായാലും ഡോറൊക്കെ പയ്യെ സൂക്ഷിച്ച് തുറക്കണം. അവിടെ എന്ത് തിളങ്ങുക ഗൈസ്? നമുക്ക് നോക്കും മുമ്പേ ഈ വ്രഞ്ച് എടുത്ത് നമുക്ക് ഇവിടെ ഇടാം. ഇനി കുറച്ച് സാധനങ്ങൾ ഇവിടെ കൂട്ടിയിടാം ഗൈസ്. വ്രഞ്ച് ഇവിടെ കിടന്നോട്ടെ. ഓക്കെ, അപ്പം അവിടെ എന്തോ തിളങ്ങിയായിരുന്നു ഗൈസ്. അവിടെ എന്തുമായിരുന്നു നോക്കാട്ടെ. ഇവിടെ അല്ലായിരുന്നു ഗൈസ്? കണ്ടില്ല. ഇതാണ്ട് മറ്റേ ഗ്രാനിയുടെ ഈ ഒരു ഫോട്ടോ നമ്മൾ അവിടെ വയ്ക്കണ്ടേ ഗൈസ്. ഈ ഫോട്ടോയും വേറെയും ഫോട്ടോ ഉണ്ട്. ഇവിടെ എന്തോ കീ എന്തോ യൂസുള്ള കീ എന്ന് തോന്നുന്നത് കണ്ടിട്ട്. റിമോട്ട് കൺട്രോൾ ഇവിടെ ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഹാമർ എടുക്കണമല്ലോ ഗൈസ്. ഹാമർ അവിടെ. അത് നമ്മുടെ വെപ്പൺ. ഞാൻ വിചാരിച്ചു വേറെ എന്തോ സാധനം തൂങ്ങി കിടക്കുവാണെന്ന്. അപ്പോൾ നമ്മളെ വെപ്പൺ അല്ലല്ലോ, നമ്മളെ ഹാമർ എടുത്തേ നമുക്കുണ്ടല്ലോ അത് പൊളിക്കണം. ഡോറ് അവിടെ നിന്ന് എന്തെങ്കിലും യൂസുള്ള കിട്ടിയാൽ നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് ഹാമർ എടുത്ത് ഈ ഗ്ലാസ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഇവിടെ ഗൈസ് കുറേ സാധനങ്ങൾ കൂട്ടിയിടാൻ പോകണം. ഓക്കെ, അപ്പം ഇനി ഇവിടെ നിന്ന് എന്തോ ടി വി ആൻറ്റിന. ഇനി നമുക്കിത് കൂട്ടിയിട്ട് എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ അവിടെ ചാടി നോക്കാം ഗൈസ്. ഇവിടെ എന്തെങ്കിലും കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എനിക്കറിയത്തില്ല. ഉണ്ടായിരുന്നാൽ നല്ലതായിരുന്നു ഗൈസ്. അല്ല ഇവിടെ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം അങ്ങ് എസ്കേപ്പ് ആവായിരുന്നു അല്ലേ ഗൈസ്? ഇവിടെയാണെന്ന് തോന്നുന്നു നമ്മുടെ റാഫ്റ്റ് കിടക്കണേ. ആ ഡോർ ഓപ്പൺ ചെയ്യൂല ഗൈസ്. ആ ഡോർ ഓപ്പൺ ആയിരുന്നെങ്കിൽ നമുക്ക് റാഫ്റ്റ് കാണാമായിരുന്നു. ഞാൻ റാഫ്റ്റ് ഇതുവരെ കണ്ടില്ല. ഇവിടെയാണ് ഗൈസ് മറ്റേ ഫോട്ടോസ് വയ്ക്കേണ്ടത്. 4 ഫോട്ടോ വയ്ക്കുമ്പോഴേക്കും ആ ഡോർ ഓപ്പൺ ആവണം. ഇവിടെ എന്തോ കല്ല് കെട്ടിയിരിക്കും ഗൈസ്. അവിടെ എന്തോ രഹസ്യമുറിയാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇവിടെ ഇതിലേ നമ്മൾ വന്നതല്ലേ ഗൈസ്? അല്ല നോക്കി ഗൈസ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒന്ന് ചാടാം. ഓക്കെ, നമുക്കിനി ക്രോസ് ബോ ഞാൻ എടുത്തിട്ടുണ്ട്. ചാടി. ഓക്കെ, ഇനി ആര് വന്നാലും എൻ്റെ ക്രോസ് ബോയ്ക്ക് ഇണയാവുകയില്ല. എന്തുവാ എൻ്റെ മുന്നിൽ ആവുന്നതാണ്. അപ്പൂപ്പ ഇങ്ങോട്ട് വന്നേ. കിട്ടിയോ? ഇനിയുണ്ടല്ലോ കുറച്ച് നേരത്തേക്ക് അവിടെ ഉറങ്ങിക്കടേ. കൂടുതൽ ജാട കാണിച്ചോണ്ടല്ലോ കിളവാ. നിങ്ങളെ വീണ്ടും കിട്ടുക ഷൂട്ടിങ്. തള്ളിയാണ് സമ്മതിക്കും മന്നക്കളവ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പോൾ ഡെഡായിരുന്നു. ഗംഭീര പുറത്താണ് വീണേ. എൻ്റെ പൊന്നോ ഗ്രാനി. എന്നാ പിടിച്ചോ. ഞാൻ വരുമ്പോൾ എന്തിനാണ് ഞാൻ വിളിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ വരേണ്ടത്? അതുകൊണ്ടല്ലേ ഞാൻ ഓരോന്നിട്ട് തരണേ. ഇനി എൻ്റെ കണ്ണുമ്പിൽ വന്നു പോലെ കേട്ടല്ലോ 2 പേരും. ഇനി ടി വി ആൻറ്റിന കൊണ്ട് അവിടെ കൊണ്ട് വയ്ക്കാം ഗൈസ്. കാണിച്ചു തരാം. ഇപ്പോൾ ഈ ടി വി ആൻറ്റിന് വയ്ക്കുമ്പോൾ ടി വിക്കകത്ത് ഇത് കാണിക്കും ഗൈസ്. കണ്ടോ, ഈ 4 ഫോട്ടോസ് അവിടെ വയ്ക്കണ്ടേ. നമ്മുടെ ഗ്രാനിയുടെ ഒരു ഫോട്ടോ കണ്ടു. ഇനി സ്പൈഡർ
അമ്മൂമ്മേരെ ഉണ്ട്, പിന്നെ ഏഞ്ചലീനേരെ ഉണ്ട്, പിന്നെ ഗ്രാൻഡ് പേരുണ്ട്. 3 ഫോട്ടോയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് റാഫ്റ്റ് എസ്കേപ്പ് ചെയ്യാം. ബുക്ക് കിട്ടി ഗൈസ്. ഇനി ഈ ബുക്ക് കൊണ്ട് വയ്ക്കാൻ വരാണ് നിങ്ങളൊരു രഹസ്യം അറിയാൻ പോകുന്ന ഗൈസ്. അന്ന് എനിക്കിങ്ങനെ ലൈവിൽ പണി കിട്ടിയത്, ഈ ഏഞ്ചലീനയ്ക്ക് ജീവൻ വയ്ക്കും ഗൈസ്. ഈ ബുക്ക് വയ്ക്കുമ്പോൾ ഉടൻ ജീവൻ വയ്ക്കൂല, ശകലം കഴിഞ്ഞ്. ഇപ്പം ഗ്രാൻഡ് പേരെ ഫോട്ടോ ഉണ്ട്. എന്തായാലും 2 ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഈ നമ്മുടെ ഈ കാറിൻ്റെ ഒരു എസ്കേപ്പും ഈ സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് റാഫ്റ്റ് എസ്കേപ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ ഹാമർ എടുത്തിട്ടുണ്ട്. ഇനി മേലെ പോയി നമുക്ക് പൊട്ടിക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതെടുക്കണമല്ലോ. വെപ്പൺ. എടാ സൗണ്ട് കേട്ടറാ. എടാ വെപ്പൻ്റെ സാധനം കണ്ടില്ല. അത് നമുക്ക് പോയി എടുക്കണം ഗൈസ്. അവരെഴിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. സൗണ്ട് കേട്ടായിരുന്നു. എന്തായാലും ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ഇനി ആര് വന്നാലും ഈ അപ്പൂപ്പൻ എന്തു ഞാൻ വെപ്പൺ എടുക്കാൻ അപ്പ കയറി വരുമല്ലോ. അയ്യോ പോയി. എടാ താഴോട്ട് പോയടാ. എല്ലാവരും എങ്ങോട്ടും എടാ താഴെ പോയിരുന്നെങ്കിൽ ഇപ്പോൾ പണി കിട്ടിയെന്നെ. 2 സൈഡിൽ നിന്നും ആള്. എടാ കണ്ടില്ലെന്ന് തോന്നുന്നു കഴിച്ച് മണ്ടി. ഇല്ല കണ്ട് ഗ്രാനി എന്നെ ഒന്നും ചെയ്യല്ലേ. പോകുമ്പോറങ്ങണേ പൊട്ടിയില്ല. പൊട്ടി, പക്ഷെ എൻ്റെ ദേഹത്ത് പൊട്ടിയില്ലെന്ന് മാത്രം. ഞാൻ എന്തായാലും ഇതിലേ ചാടാൻ ഗൈസ്. ഗ്രാനി സൈക്കോ. ഗ്രാനി ഇപ്പം വരുമോ തോന്നാം. ഗ്രാനി കയറി വരുക ഗൈസ്. 2 പേരും കയറി വരിക. ഓക്കെ, ഞാൻ നൈസായിട്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പണി കൊടുക്കാം ഗൈസ്, 2 പേർക്കും കൂടി. നമ്മുടെ ട്രാങ്ക്ലേഴ്സ്. ഓക്കെ, ഇനി ആര് വന്നാലും ഞാൻ കുഴിമന്തി നിറച്ച് തരുന്നതായിരിക്കും. ഇങ്ങോട്ട് വരൂ ഗ്രാനി. ഏഞ്ചലിനെയാണ് ഫസ്റ്റ്. എന്നാൽ ആരായാലും വന്നോ. ഗ്രാനിയാടാ ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി വെപ്പൻ്റെ അത് ട്രാങ്ക്ലൈസർ. എടാ അത് അങ്ങോട്ട് വീണ് എൻ്റെ കൈ കിട്ടുന്നില്ല ഗൈസ്. ഏഞ്ചലീനെ ആടി വരണേ. എന്താ കിളവി വയസ്സാം കാലത്ത് അവിടെ എവിടെയെങ്കിലും ഒതുങ്ങി ഇരുന്നൂടെ. ആ സ്പൈഡർക്ക് ഇങ്ങോട്ട് താ. എനിക്ക് നിങ്ങളെ കൊല്ലണമെന്ന് എനിക്ക് താല്പര്യമില്ല, അത് ഓർക്കണം. ഞാൻ ഇതിൽ സ്ലെൻഡറിനെ ഓണാക്കിയായിരുന്നേ ഗൈസ്, പക്ഷെ സ്ലെൻഡറിനെ കണ്ടില്ല. എനിക്കൊന്ന് എന്തോ ഗ്ലിച്ചിൻ്റെ പ്രോബ്ലമാണ്. ഏതായാലും ഇവരെ ഞാൻ തീർത്തിട്ടുണ്ട്. എന്തായാലും വെപ്പൻ നമുക്ക് വെളിയിലിടാം. എടാ മറ്റേ ഇവരിവിടെ വെച്ചാൽ കട്ട് ചെയ്യണ്ടേ. ശരിയാ, ഇവരെ കഴുത്തും തല മുറിക്കണം. ഇവിടെ ഡോർ ഓപ്പണാ. ഓക്കെ, അത് സെറ്റ്. അപ്പം ഞാൻ അതിൽ ചാണ്ടായിരുന്നു. ഇവരെ തല മുറിക്കുമ്പോഴാണ് കീ കിട്ടണം ഗൈസ്. നമ്മുടെ സ്ലെൻഡറിനെ വന്ന് ഗൈസ്. അവിടെ കിടന്ന് വിളിച്ചോണ്ടിരിക്കും. നിൻ്റെ അമ്മ എനിക്ക് തല വെട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, പക്ഷേ സംഭവിച്ചു പോയി. എന്തായാലും ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി സ്ക്രൂ ഡ്രൈവറും കൊണ്ട് നമുക്ക് താഴോട്ട് ചാടാം ഗൈസ്. ആരെയും കണ്ടില്ല, അപ്പം നമുക്ക് താഴെ ചാടാം നൈസായിട്ട്. ഇനി നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അവിടെ ഓപ്പൺ ചെയ്യണം. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇതെനിക്ക് തോന്നുന്നു ഗ്ലിച്ചാണെന്ന്. ഒരു സാധനം കിട്ടി, 2 സാധനം. ടയറും കിട്ടി. ഗ്യാസിലിൻ വേണോന്ന് എനിക്ക് അറിയത്തില്ല. ഇത് വേണ്ടെങ്കിൽ ഒരു സാധനം. എൻ്റെ പൊന്നോ, ഇതുവരെയായിട്ട് ഒരു സാധനം. ബോറടിച്ചിട്ട് പാടില്ല. ഈ ഗ്രാനി എവിടെ കൊണ്ട് കുഴിച്ചിട്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെയാ എനിക്കിനി ഒരു അവർക്ക് ഒടുക്കത്തെ സ്പീഡ് ഗൈസ്. നോർമലായിട്ടുണ്ടോ എന്ന് തോന്നുന്നു. എൻ്റെ പൊന്നോ, ഇച്ചിരി സീനാണ്. ഇത് മറ്റേ വഴി ഗൈസ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും യൂസുള്ള മെറ്റൽ ബോക്സ് കീ. ഇത് നമ്മൾ ഇലക്ട്രിക് അല്ലേ കണ്ടേ. അപ്പോൾ ഇതേതാ? ഇതെനിക്കൊന്ന് റാഫ്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. റാഫ്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് എന്തൊക്കെ സാധനം വണ്ടിക്ക് വേണമെന്നറിയാം, പക്ഷെ കീ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇനി ഉണ്ടല്ലോ ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ നിന്ന് എന്തെങ്കിലും യൂസുള്ള കീ കിട്ടിയിരുന്നു. മറ്റേ ഇലക്ട്രിക് ബോക്സ് കീ ആണെങ്കിൽ അത്രയും നല്ലത്. മാസ്റ്റർ കീ, യൂസ് ഇല്ലാത്ത സാധനം. നമ്മൾ മെയിൻ ഡോർ അല്ല, നമ്മൾ ഇതാ ചെയ്യണേ. നമ്മുടെ മിലിറ്ററി കാർ അപ്പൂപ്പൻ്റെ അതാണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ചെലന്തിയെ കണ്ടുള്ള. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇങ്ങോട്ട്. ഇവിടെ ഒന്നും വെച്ചിട്ടില്ല ഗൈസ്. അവർ കണ്ടു. വാ ഇതിലേക്ക് ഇറങ്ങി വാ മോനെ, ഇങ്ങോട്ട് വാ. ഓക്കെ, ഇനി നമുക്ക് പോവാം ഗൈസ്. എന്തായാലും നമുക്ക് ഇനി എന്തോ സെർച്ച് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നും ഇതുവരെ എനിക്ക് അറിയത്തില്ല ഗൈസ്. എന്ത് സെർച്ച് ചെയ്യണമെന്ന് എനിക്ക് ഒന്നും കിട്ടിയില്ല ഇതുവരെ. ഇവിടെ നിന്ന് ഒന്നുമില്ലടാ. നമുക്കിനി മറ്റേ ലിഫ്റ്റിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ ഉള്ളൂ.
നൈസായിട്ട് കയറിയാലോ ഗൈസ് ലെഫ്റ്റിലോട്ട്. ആ എടാ ഇവിടെ, ഓ ഇവിടെ മറ്റേ വീൽ ക്രാങ്ക്. എടാ വീൽ ക്രാങ്ക് കിട്ടിയില്ല. ഓ ഞാൻ അങ്ങോട്ട് കയറിയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന്. പക്ഷെ ബാറ്ററിയേ ഉള്ളൂ ഗൈസ്. ജസ്റ്റ് മിസ് സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവർ ദൂരെ നിന്നാണ് കണ്ടതെന്ന്. അത് ഞാൻ ഇവിടെ കയറിയ നന്നായി ഗൈസ്. ഇത് നോക്കണം, നോക്ക് എന്തോ കളവി നോക്കണം. അങ്ങോട്ട് മാറി നിന്നേ. എനിക്ക് നിങ്ങളെ താല്പര്യമില്ല. ആ സ്ക്രൂ ഡ്രൈവർ വെച്ചോ. അവർ മണ്ടയിലോട്ട്, അവർ അടവാണ്. എന്തായാലും ഞാൻ നൈസായിട്ട് ഫുൾ സ്പീഡിൽ പോവാം. ഇവിടെ വേണ്ട, നമുക്ക് ലിഫ്റ്റ് കയറി നോക്കാം. ഞാൻ എന്തായാലും ഇപ്പം പോകണില്ല ഗൈസ്. ലിഫ്റ്റിൽ നമ്മൾ കണ്ട നമ്പർ 2 അല്ലായിരുന്നു ഗൈസ്? 2 1 എടാ ഞാൻ മറന്നു പോയടാ. എടാ 2 തോന്നുന്നല്ലേ? എടാ 2 എനിക്ക് തോന്നുന്നത് ഗൈസ്. 2 എടാ 2 അല്ലടാ 1 കണ്ട. പൊളിഞ്ഞ് ബോംബ് പൊട്ടി മരിച്ചു ഗൈസ്. എടാ ഇതെൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ മരിച്ചതാ. ഇതെൻ്റെ അഹങ്കാരം കൊണ്ട് മരിച്ച്. ഇപ്പോൾ ഡേ 3 ആയി ഗൈസ്. അല്ല ഡേ 4 ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഹാമർ കൊണ്ടുണ്ടല്ലോ, നമുക്ക് മറ്റേ മേലെ പോയി മറ്റേ പ്ലാങ്കൊക്കെ പൊളിക്കാം. ഇനി അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടി ഗൈസ്, കൊണ്ട് പൊളിച്ച് നോക്കാം. എന്തായാലും ഇവിടെ ഒന്നും ഇല്ലേടേ ഇവിടെ നിന്നും. ഇനി പ്ലാങ്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഹാമർ എടുക്കുന്ന മുമ്പ് ഇവിടെ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും. അവിടെ എന്തുവാ കാർ കീ. ചിലപ്പോൾ കാറിൻ്റെ ഡിക്കി തുറക്കുമ്പോൾ എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. എന്തായാലും നൈസായിട്ട് ഇതിൽ പോവാം. ഇവിടെ പോയി. അയ്യോ ഞാൻ നേരെ താഴ്ചടി. എനിക്ക് എഴിക്കണ്ടായിരുന്നു. ഞാൻ എഴിച്ചുകൊണ്ട് പറ്റിയ ഗുണോ ഗൈസ്. ഞാൻ എഴിക്കണ്ടായിരുന്നു. അയ്യോ പെട്ട് എൻ്റെ പൊന്നോ. ഇപ്പം ഡേ എത്രയോ? ഇപ്പല്ല ഗൈസ് ഡേ 4. എടാ ഇനി ഒരു ദിവസമേ ഉള്ളൂ ഗൈസ്. ഇതും കൂടി ഡേ ലാസ്റ്റ് ഡേ. എൻ്റെ പൊന്നോ. എടാ എനിക്ക് ജയിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല ജയിക്കുമെന്ന്. നമുക്ക് താഴെ പോയി എൻ്റെ സ്ലെൻഡറിനെ ടെഡി എടുക്കാം ഗൈസ്. എന്നിട്ട് ഞാൻ നേരത്തെ കണ്ടായിരുന്നു കീരോടെ ടെഡി കൂടി ഇട്ടു. ഇനി നമുക്കിത് തൊട്ടിലിടാം ഗൈസ്. ചിലപ്പോൾ സ്ലെൻഡറിന് എന്തെങ്കിലും തരുവാണെങ്കിൽ സൗണ്ട് കേൾക്കും ഗൈസ്. തരൂല്ലെങ്കിൽ സൗണ്ട് കേൾക്കൂല. ഇപ്പോൾ വന്നെന്ന് തോന്നുന്നു സിലിണ്ടറിന്. അതിൻ്റെ പോകാം. പൊന്നോ. എടാ ചെയിൻ കട്ടർ എടുത്തില്ലടാ. അതാ അടക്കണടാ ചെയിൻ. ഞാൻ ഒന്നും എടുക്കാതെ വെറുതെ കയറി വന്നു. എടാ ലോക്കായടാ. ഇപ്പം വന്നാൽ പെടും കേട്ടോ ഗൈസ്. എടാ ഓപ്പൺ ചെയ്യടാ. പോടാ. എടാ സ്ലെൻഡറിനൊന്നും ഇട്ടില്ല ഗൈസ്. അയ്യോ ഞാൻ ചെയിൻ കട്ടർ എടുക്കാൻ വന്നത്. ഗ്രാൻഡ് ഗ്ലിച്ച് അടിച്ചെന്ന് തോന്നുന്നു ഗൈസ്. എപ്പം ഞാൻ കൊന്നതാ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നു. എടാ എന്നാ നല്ലതാ. ഗ്രാൻഡ് ഗ്ലിച്ച് അടിച്ച് കിടക്കുക. എടാ അപ്പം ഗ്രാനിയെ മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഓ അപ്പം പൊളി ഗൈസ്. നമ്മൾ ജയിക്കുമെന്ന് എനിക്ക് ചെറിയ പ്രതീക്ഷയുണ്ട്. ഗ്രാൻഡ് വേണ്ട ഗ്ലിച്ച് അടിച്ച് കിടക്കുന്നവിടെ കിടന്നോ ഗ്രാൻഡ്. ഓ അപ്പം അത്രയ്ക്ക് സ്ട്രോങ്. ഗ്രാൻഡ് പോയടാ. എടാ ഗ്രാൻഡ് എൻ്റെ പൊന്നോ കൊണ്ടില്ല. എടാ ഉന്നം പഴിച്ച് കഴിച്ച് ഗ്രാൻഡ് ഇതിലേ കയറി വരുവാണെങ്കിൽ ഞാൻ പെട്ട്. ഓ എടാ ഡോറും ഗ്ലിച്ചടിച്ച് കേസ് തുറന്ന് കിടക്കുക. അപ്പം എനിത്തോണ്ട് നമുക്ക് അതിലേ പോവാം. ഗ്രാനി സ്വന്തമായിട്ട് തള്ളിയിട്ടല്ലേ. പിടിച്ചോ. എടോ എവിടെയൊക്കെ എടാ കൊള്ളണേ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് എറിയാന്. പക്ഷെ കൊള്ളണ വേറെ എവിടെയൊക്കെയോ. ഓക്കെ അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തില്ല. ശരി ഇവിടെ എന്തായാലും ടയർ കാണും ചിലപ്പോൾ ഇതിനകത്ത്. ഇവിടെ ഒന്നും വച്ചിട്ടില്ല ഗൈസ്. എടേ ഇത് ഞാൻ ജയിക്കുമെന്ന്. എടാ അവിടെ വീൽ ക്രാങ്ക്. വാക്കളവാ. പിടിച്ചോ. ഇനി നിങ്ങളത് വെച്ചോണേ വെപ്പൺ. വീൽ ക്രാങ്ക് കൊണ്ട് നമുക്ക് അവിടെ പോയി കറക്കാം ഗൈസ്. ഇനി അതിലേ എനിക്കൊരു പ്രതീക്ഷയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാനില്ല. ഇനി ചെയിൻ കട്ടറും കൂടി എടുക്കാം ഗൈസ്. ചെയിൻ കട്ടർ കൊണ്ട് ഇവിടെ മുറിക്കണമല്ലോ. ഇവിടെ ഇപ്പം ഞാൻ വീണുണ്ട് കേട്ടോ. അതിന് എന്തിൻ്റെയോ കീ കിട്ടി ഗൈസ്. എന്തിൻ്റെ ആണെന്നറിയത്തില്ല. ഞാൻ എന്തായാലും താഴെ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ പോയി മറ്റേ പരിപാടി സെറ്റാക്കാം ഗൈസ്. മറ്റേ പരിപാടി എന്തായാലും നമ്മൾ വീൽ ക്രാങ്കിൻ്റെയൊക്കെ സെറ്റ് പരിപാടി. എന്തായാലും നമ്മളെ കീ ഇവിടെ കാണും. ഗ്രാനി ഇതാ എഴിച്ചടാ സ്പീഡിൽ. ഇത്രയ്ക്ക് സ്പീഡാ ഗ്രാനി. രണ്ട് വെപ്പൺ. അതായത് നമുക്ക് താഴെ ചാടാൻ ഗൈസ്. ഗ്രാനിക്ക് പിന്നെ കൊടുക്കാം. താഴത്തെ പരിപാടി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഗ്രാനിക്കിട്ട് ഡെയിലി കൊടുക്കാം ഗൈസ്. അല്ലേ എപ്പോഴും വിട്ട് പണി കൊടുക്കാം. എന്തായാലും ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വഴി തെറ്റിപ്പോയി ഗൈസ്. ഇങ്ങോട്ടായിരുന്നു. നമ്മളെ വീൽ ക്രാങ്ക് ഇതാ താഴെ കിടക്കണം. വീൽ ക്രാങ്ക് ഞാൻ തറയിലില്ലിട്ട് ഇതെങ്ങനെ താഴെ പോയേ.
ഇനി നമുക്ക് ഇതുകൊണ്ട് കറക്കാം. ഇനി അവിടുത്തെ സെല്ല് ഓപ്പൺ ആവും ഗൈസ്. ഇനി അവിടെ നിന്ന് എനിക്കൊരു പ്രതീക്ഷയുള്ളൂ. അവിടെ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട് എന്തെങ്കിലും. എടോ ഇവർ വലത്തോട്ട് പോയാൽ അത്രയും നല്ലതായിരുന്നു ഗൈസ്. ഇവരെ പുറകെ പോവായിരുന്നു. ഇവിടെ വലത്തോട്ട് പോവാ ചലന്തി അമ്മച്ചി. അമ്മച്ചി ഒന്ന് വലത്തോട്ട് തന്നെ പോയി ഗൈസ്. അപ്പോൾ നമുക്ക് ഇടത്തോട്ട് പോയാലോ? ഇല്ല, നമുക്ക് ഇടത്തോട്ട് തന്നെയാണ് പോകേണ്ടതല്ലേ? ഇല്ല, വലത്തോട്ട് തന്നെയാണ്. ഇവരെ കൂടെ തന്നെയാണ്. ഇനി ഇങ്ങോട്ടല്ലേ? ഇവിടെ തന്നെയല്ലേ ഓപ്പൺ ആയേ? ദാണ്ട് അടുത്ത ഫോട്ടോ. സത്യം പറഞ്ഞാൽ 3 എല്ലാം ഫോട്ടോയും ഏകദേശം കിട്ടി. ഇപ്പോൾ കാർ വീലും കിട്ടി. എൻ്റെ പൊന്നോ, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് കാർ വീൽ കൊണ്ട് അവിടെ കൊണ്ടിടാൻ ഗൈസ്. വെളിയിൽ ഗ്രാനിയും ഗ്രാൻഡ് ഇവിടെ വന്ന് നിൽക്കുമോ ഒരുമിച്ച്? എന്തോ ഇവിടെ ചെറ്റിക്കളി. എന്തായാലും ടയറിൻ്റെ സൗണ്ടായിട്ട് ഗ്രാനി വീണ്ടും താഴോട്ട് വരും. ആ ഗ്യാപ്പിൽ നമുക്ക് ബാക്കി സ്ഥലം കൂടി ചെക്ക് ചെയ്യാം ഗൈസ്. എനിക്ക് ഏതോ ഒരു പെട്ടിയും കൂടി തുറക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ അല്ല വഴി തെറ്റിപ്പോയടാ. അവിടെ കുറേ നേരം കൊണ്ട് ഞാൻ വഴിയും തെറ്റി. എൻ്റെ പൊന്നോ, എത്ര നേരമായി ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്ക് സാധനം കിട്ടുന്നില്ല ഗൈസ്. ഇലക്ട്രിക് ബോക്സ് എന്തായാലും ഞാൻ നൈസായിട്ട് കണ്ടം വഴി വിടുക ഗൈസ്, ഓടുക. എൻ്റെ പൊന്നോ, ലിഫ്റ്റ്. കറങ്ങിത്തിരിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നത് വഴി തെറ്റിയാണെങ്കിലും പക്ഷെ യൂസ് ഉണ്ട് ഗൈസ്. ഇവിടെ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും തണ്ണിമത്തനെങ്കിൽ തണ്ണിമത്തൻ എന്തെങ്കിലും സേഫ് കീ. സേഫ് കീ ഇവിടെ നിന്നപ്പോൾ എനിക്ക് ടയർ കിട്ടും ഗൈസ്. ഞാൻ കുറേ നേരം കൊണ്ട് ടയർ ചോദിച്ച് കിടക്കുക. എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് ടയർ കിട്ടും. സേഫിനകത്ത് ടയർ കൊണ്ട് വയ്ക്കുമോ? ഗ്രാനിയല്ലേ ഗൈസ്, ചിലപ്പോൾ സേഫിനകത്ത് ടയറും കൊണ്ട് വയ്ക്കും. അപ്പോൾ നമുക്കിനി ഓപ്പൺ ചെയ്ത് നമുക്ക് ബാക്കി സേഫിൽ സേഫ് കീയും കൂടി നമുക്ക് അവിടെ ഇടാം. എന്നിട്ട് വേറെ ഒരു സ്ഥലം കൂടി സെർച്ച് ചെയ്യാനുണ്ടല്ലോ ഗൈസ്. അവിടെ ഇട്ട് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ സ്പെഷ്യൽ കീ. ഞാൻ എൻ്റെ തൊട്ടിപ്പുറത്ത് നിന്നുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന ഗൈസ്. എന്തായാലും എനിക്ക് സ്പെഷ്യൽ കീ കിട്ടി. ഞാൻ അതവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സേഫ് കീയും കൂടി അപ്പുറത്തിടാം ഗൈസ്. എന്തായാലും ഗ്രാനി ഇപ്പോൾ വരുമെന്നാണ് തോന്നുന്നത്. എനിക്കറിയത്തില്ല. ഗ്രാനി കണ്ടില്ല. എന്തായാലും ഞാൻ ചാടിയല്ലോ ഗൈസ്. ഗ്രാനിയെ കണ്ടില്ല. എന്തായാലും റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. റിസ്ക് ഞാൻ ഈറ്റ് ചെയ്യും പോലെ ഗൈസ് തൊട്ട് ചെയ്യാൻ പോകുന്നത്. റിസ്ക്കൊക്കെ ഞാൻ കഴിക്കാൻ പോവാ ഗൈസ്. എന്തായാലും ഞാൻ രണ്ടും കളിപ്പിച്ച് പോവാ. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയെന്ന് പറഞ്ഞ് കളിക്കുക ഗൈസ്. എന്തായാലും എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് ഇത് എന്തുവായിരുന്നു? AV? ഇത് മറ്റേ ഇതല്ലേ, എന്തായിരുന്നു? കട്ടിംഗ് പ്ലെയർ ഒന്നും എനിക്ക് വേണ്ട മോനെ, മച്ചമ്പി, എനിക്ക് വേണ്ട. ഇനി നമുക്ക് സ്പെഷ്യൽ കീ കൊണ്ട് മാത്രമേ എനിക്കൊരു പ്രതീക്ഷയുള്ളൂ. നമുക്ക് സ്പെഷ്യൽ കീ അവിടെ കൊണ്ട് വെച്ച് നോക്കാം. ഇനി നമുക്ക് മീറ്റ് കൊണ്ട് ഇവിടെ കൊണ്ട് വയ്ക്കാം ഗൈസ്. എന്തായാലും മീറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ കാർ വീല്. എല്ലാം വീലും കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം ഗൈസ്. മറ്റേ ഫോട്ടോയും കിട്ടി. 4 ഫോട്ടോയായി. ഇവിടെ നിന്ന് വിഞ്ച് ഹാൻഡിൽ പൊളിച്ച് ഗൈസ്. ഹാൻഡിൽ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഹാൻഡിൽ നമുക്ക് ഇവിടെ താഴെയായിട്ട് ഇടാം. ഇനി നമുക്ക് കാർ വീൽ എടുത്തുകൊണ്ട് നമുക്കുണ്ടല്ലോ അവിടെ ഗ്ലാസ്സിൽ കൊണ്ടിടാം ഗൈസ്. നമ്മൾ ഇവിടെ ആയിട്ട് ഇവിടെ നമ്മൾ എസ്കേപ്പ് ചെയ്യണ സംഗതി. അപ്പോൾ ഇനി നമ്മുടെ വിഞ്ച് ഹാൻഡിൽ എടുക്കാം ഗൈസ്. ക്രോസ് ബോ ഉണ്ടതാ അപ്പുറത്തായിരുന്നു. എന്തായാലും ഞാൻ വിഞ്ച് ഹാൻഡിൽ എടുത്ത് കറക്കാം. ഇവിടെ നിന്ന് മിക്കവാറും യൂസ് ഉള്ളതായിരിക്കും. ഹാമർ ഓൾറെഡി നമുക്ക് കിട്ടിയോണ്ട് ഇവിടെ നിന്ന് ഹാമർ കിട്ടത്തില്ലല്ലോ ഗൈസ്. ഇവിടെ നിന്ന് എനിക്ക് ഇതൊന്നും യൂസ് ഉള്ള എന്തെങ്കിലും ആയിരിക്കാനാ ചാൻസ്. ഇതെന്തോ തളം കോഗ് വീല് 2 കിട്ടി. എല്ലാം കിട്ടി ഗൈസ്. ഇനി നമുക്ക് മറ്റേ മെറ്റൽ ബോക്സ് കീ എടുക്കാൻ ഗൈസ്. ചിലപ്പോൾ ഈ എസ്കേപ്പിനുള്ള ആണെങ്കിലോ. ഇപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ചിലപ്പോൾ ഈ കീ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ ഈ കീയും കൂടി നമുക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കോഗ് വീൽ ഓക്കെ. ഈ കോഗ് വീൽ ഇവിടെ അല്ലേ പ്ലേ ഹൗസ് കീ. അപ്പോൾ ഈ കീ കൊണ്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി നമുക്ക് ഓപ്പൺ ചെയ്യാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് മറ്റേ കോഗ് വീൽ എടുക്കാം ഗൈസ്. മറ്റേ കോഗ് വീൽ അവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ കോഗ് വീൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത മറ്റേ കോഗ് വീൽ. ഓക്കെ, ഈ കോഗ് വീലും കിട്ടി. ഇനി ഇതിവിടെയും വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് യൂസുള്ള റെസ്റ്റി പാർട്ടിലോ കീക്ക് വേണ്ടിയാണോ ഗൈസ് ഞാൻ ഇത്രയും ചെയ്തോ? പൊന്നോ ഗ്രാനി തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ ചാടി. ഗ്രാനി ബോംബ് ഇടുവന്തോ? ഇവിടെ ഇടുവന്തോ ഇല്ല, ഇട്ട് ഗൈസ് ഗ്രാനി, സൈക്കോ ഗ്രാനി. ഇനി നമുക്ക് വെപ്പൺ പീസ് അവിടെ കൊണ്ടുവയ്ക്കാം ഗൈസ്. കിട്ടിയ വെപ്പൺ. ഇനി നമുക്ക് വെപ്പൻ്റെ എല്ലാം കൊണ്ടുപോയി. അവിടെ കാർവീൽ, ഈ കാർവീലും കൂടി നമുക്ക് അവിടെ കൊണ്ടിടാം ഗൈസ്. ഏകദേശം ഈ എസ്കേപ്പിനുള്ളതെല്ലാം കിട്ടിയെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് മറ്റേ ഇലക്ട്രിക് ബോക്സ് കീയും കൂടി കിട്ടിയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു ഗൈസ്.
ഈസി പീസി ആയിട്ട് ജയിക്കായിരുന്നു. വാ കളവാ ഇങ്ങോട്ട്. എന്തായാലും ഞാൻ ഉണ്ടല്ലോ ഇയാളെ വീണ്ടും അയ്യോ ഇയാൾ ആ സ്റ്റാച്ചുവിനെ പോലെ നിന്ന് കഴിച്ചു. ഇയാൾക്കൊന്നും ഏറ്റില്ലേ. ഇനി നമുക്ക് ഗ്രാനി വന്നതാ. പിടിച്ചോ കളവി. ഇനി നമുക്ക് മേലെ പോയി സെർച്ച് ചെയ്യാൻ കഴിച്ചു. അവിടെ നമ്മൾ സെർച്ച് ചെയ്തില്ലായിരുന്നു ഇതുവരെ. ഓക്കെ ഇവിടെ ബാറ്ററി ഇത് എസ്കേപ്പ്. എനിക്ക് തോന്നുന്നു ആ കാറിന് ബാറ്ററി വേണമായിരിക്കും ഗൈസ്. എന്തായാലും ഞാൻ അതും കൂടി അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെപ്പൺ പീസ് അവിടെ കൊണ്ട് വയ്ക്കാം ഗൈസ്. അപ്പോൾ ഷോട്ട് ഗൺ റെഡിയാണ്. അപ്പോൾ ഇനി കടന്നു വരൂ പേഷ്യൻസ്, കടന്നു വരൂ. ആദ്യത്തെ ആൾ ആരാണ്? എന്തായാലും ഞാൻ ഇവിടെ സൗണ്ട് ഉണ്ടാക്കി വിളിക്കാം ഗൈസ്. ആദ്യത്തെ അതിഥി ആരാണ്? പെട്ടെന്ന് വാ, എനിക്ക് വല്ലാത്ത ജോലിയൊക്കെ ഉണ്ട് ഗ്രാനി. ഇങ്ങോട്ട് പെട്ടെന്ന് വന്നാണ് ഇങ്ങോട്ട്. ഗ്രാനി ഇങ്ങോട്ട് വാ. പിടിച്ചോ. ഓക്കെ ഗ്രാൻഡ് 2 മിനിറ്റത്തേക്ക് ഉറങ്ങി. ഓക്കെ സാധാരണ 2.5 മിനിറ്റാണ് ഗൈസ്, നോർമലായിട്ടാണ് 2 മിനിറ്റ്. ഓക്കെ ഇനി ഗ്രാനി, കമോൺ ഗ്രാനി, കമോൺ. എവിടെ ഗ്രാനി? ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ലാഗ് അടുപ്പിക്കാതെ ഇങ്ങോട്ട്. എൻ്റെ ജോലി തീർത്തത് ഞാൻ പോട്ടോ. പിടിച്ചോ. എന്തായാലും ഗ്രാനിയുടെ ബ്ലഡ് ഞാൻ തൊപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ കാക്കയെ കൊല്ലണം. ഓക്കെ നമുക്ക് കാക്കയെ കൊല്ലണം ഗൈസ്. പിടിച്ചോ. ഇലക്ട്രിക് ബോക്സ് കീ. എല്ലാം കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. എസ്കേപ്പിൻ്റെ എല്ലാം കിട്ടിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് പ്ലേ ഹൗസ് കീ. ഇനി നമുക്ക് ചാടാം ഗൈസ്. എന്തായാലും ഈ വെപ്പണും കൂടി നമുക്ക് അവിടെ കൊണ്ട് ഇടാം ഗൈസ്. ചിലപ്പം നമ്മൾ ഇവർ എരിക്കുവാണെങ്കിൽ നമുക്ക് ഓരോന്ന് കൊടുത്തിട്ട് പോവാം. ഇനി നമുക്ക് ഇവിടെ ചാടണ്ടേ ഗൈസ്. ഇനി ഞാൻ ചാടാം ഗൈസ്. ഞാൻ ചെയിൻ കട്ടറും വെറുതെ അവിടെ ഇട്ടിട്ടുണ്ട്, അവിടെ തറയിൽ കിടന്നുകൊണ്ട്. എന്തായാലും കാർ വീല് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാം ഇനി നമുക്കിവിടെ താഴോട്ട് എടുത്തിടാം ഗൈസ്. താഴെ പോടാ ടയറെ. അങ്ങനെ ഞാൻ എല്ലാ സാധനവും ഇവിടെ എങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചാടാം ഗൈസ്. എല്ലാ സാധനവും ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ സെറ്റ്. അപ്പോൾ നമുക്ക് മറ്റേ മെറ്റൽ ബോക്സ് കീ അല്ലായിരുന്നു വേണ്ടേ? ഇവിടെ പോയി അല്ല മെറ്റൽ അല്ലല്ലോ, എന്തായിരുന്നു മറ്റേ ഇലക്ട്രിക് ബോക്സ് കീ. കീ എവിടെയാടാ? ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെയാ കണ്ടുപിടിക്കണം? ഇതല്ലല്ലേ, അത് ആർമേഡ് കീ ആയിരുന്നു ഗൈസ്. അപ്പോൾ വണ്ടിയുടെ പേര് ആർമേഡ്. എന്തായാലും ഇലക്ട്രിക് ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. ബോക്സ് എന്തിനുള്ളതാണെന്ന്. എവിടെയായിരുന്നു ബോക്സ്? അല്ല ഇവിടെ അല്ലല്ലോ. ഇവിടെ എന്തോ സൗണ്ട് കേട്ട് കഴിച്ചാൽ തോന്നിയതാന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ ഇവിടെ ലിവർ കത്തപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ ചെയിൻ കട്ടറിൻ്റെ ആവശ്യമില്ല. അതിന് കാർ വീൽ. ഓക്കെ ഇനി കാർ വീല് വേണോ? മൊത്തം എത്ര വീല് വേണോന്ന് എനിക്കറിയത്തില്ല ഗൈസ്. 3 or 4 ആണെന്ന് തോന്നുന്നു. നമുക്ക് പയ്യെ നൈസായിട്ട് ഓരോ സാധനങ്ങളെടുത്ത് ഇവിടെ ഇട്ടിടാം ഗൈസ്. അപ്പോൾ അങ്ങനെ എല്ലാ സാധനവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെപ്പണം കൊണ്ട് അങ്ങോട്ട് പോവാം ഗൈസ്. ഓക്കെ എന്തായാലും അവർ പഴിച്ച് കാണാനാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഈ വെപ്പൺ നമുക്ക് നൈസായിട്ട് ഇവിടെ ആയിട്ട് ഡ്രോപ്പ് ചെയ്യാം. അവിടെ കിടന്നോ. ഓക്കെ അപ്പോൾ ഇനി ടയർ ഗ്യാസിലിൻ ബാക്കിലാവും അല്ലേ ഗൈസ്? ബാക്കിലായിരിക്കാനാണ് ചാൻസ്. നമുക്കിനി ടയർ ഇവിടെ കൊണ്ടിടാം. ഓക്കെ ടയർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ടയർ. ഓക്കെ കമോൺ. കറക്റ്റാടാ 3 ടയർ മതി. എല്ലാം ടയറും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗ്യാസിലിൻ ഇവിടെ തന്നെ ആണോ? ഐ നീഡ് ആൻ ആർമഡ് കാർ കീസ്. ഓക്കെ ആർമഡ് കാർ കീസ്. ഓക്കെ ആർമഡ് കാറ്. ഓക്കെ ഇവിടെ തന്നെ ഗൈസ് ഫ്യൂവൽ. സാധാരണ ബാക്കിലില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കി. എന്തായാലും അപ്പൂപ്പൻ്റെ മോഷ്ടിച്ചുകൊണ്ട് വന്ന വണ്ടി കൊള്ളാം ഗൈസ്. എന്തായാലും അപ്പൂപ്പൻ്റെ എല്ലാ സാധനവും ഞാൻ അടിച്ചുകൊണ്ട് പോവാ ഗൈസ്. എന്തായാലും കൊള്ളാം. അപ്പം ഇനി ഇത് അടയ്ക്കണ്ടേ? ഇത് അടയ്ക്കാൻ പറ്റൂലേ ഗൈസ്? അടയ്ക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഗ്യാസിൽ ഞാൻ ഫ്രണ്ടിലിടാം ഗൈസ്. അല്ലോ പെട്രോൾ തീർന്നാലും. എന്തായാലും ഇത് മണ്ടയിലായിട്ട് ഇടാം. ഇവിടെ ആർമഡ് കീ വേണം. അപ്പോൾ കീ ഇട്ടാൽ നമ്മൾ എസ്കേപ്പ് ആയിന്നാന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ അപ്പം നമുക്കുണ്ടല്ലോ ഗ്രാനിക്കും ഗ്രാൻഡ്പയ്ക്കും ഒന്നും കൂടി കൊടുത്തിട്ട് പോയാലോ ഗൈസ്? എന്ത് പറയുന്നു? ബാറ്ററിയുടെ ഒന്നും ആവശ്യമില്ല. എനിക്കൊന്നും അത് റാഫ്റ്റ് എസ്കേപ്പിൻ്റെ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അവിടെ പോയി സൗണ്ട് ഉണ്ടാക്കാം ഗൈസ്. സൗണ്ട് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. എന്ത് പറയുന്നു? നമുക്ക് സൗണ്ട് ഉണ്ടാക്കി വിളിക്കും. പൊന്നെ ഗ്രാനി അല്ല ഗ്രാൻഡ് പാ. പൊന്നെ പേരും മാറിപ്പോൾ പേടിച്ചു പോയി ഗൈസ്. ഇനി ഗ്രാനി ഇങ്ങോട്ട് വന്നേ പെട്ടെന്ന്. എസ്കേപ്പ് ആവോട്ട്. ഗ്രാനി ഇങ്ങോട്ട് വന്നേ. അമ്മ ഇങ്ങോട്ട് വന്നേ, പെട്ടെന്ന് വാ ഇങ്ങോട്ട്. എന്തോ ഗ്രാനി. ഇപ്പം ഗ്രാനിക്ക് ഭയങ്കര താമസം കേട്ടോ ഗൈസ്. വന്നാ പിടിച്ചോ. ഇനി ഞാൻ പോവാണേ. ടാറ്റാ. ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വണ്ടിയുടെ അടുത്തോട്ട് പോവാം ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മളെ കീ എടുത്തു. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാം ഗൈസ്. എസ്കേപ്പായി ഇല്ലേ? ആയി ഗൈസ്. അങ്ങനെ ഫൈനലി
ഗ്രാനി അമ്മച്ചീരെ വീട്ടിൽ നിന്ന് മിലിറ്ററി കാർ എസ്കേപ്പ് കംപ്ലീറ്റ്. കുറച്ച് മെസ്സേജ് എടുത്ത് അവരെ വായിലൂടെ ഇട്ട് കൊടുക്കണ്ടായിരുന്നു. അവരെന്നെ ബോംബെറിഞ്ഞല്ലേ. ബൈ ബൈ ഗ്രാനി ഗ്രാൻഡ് പാ, ഞാനങ്ങനെ എസ്കേപ്പായി. ദ ഇൻഡ്. അങ്ങനെ ഫൈനലി ഗായ്സ് ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് ഞാൻ മിലിറ്ററി കാർ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലൊരു റാഫ്റ്റ് എസ്കേപ്പ് ഉണ്ട്, അത് ഞാൻ ഉടൻ തന്നെ കളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരും. അതുവരെ ബിഗ് ബൈ.